عن عبد الله بن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال رضا الله في رضا الوالدين وسخط الله في سخط الوالدين أخرجه الترمذي وصححه ابن حبان والحاكم. ഇമാം തിർമിദി ഉദ്ധരിച്ച ഇബ്നു ഹിബ്ബാനും ഹാക്കിമും എല്ലാം സഹീഹാണെന്ന് വിലയിരുത്തിയിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ്, അതിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നത് ഇപ്രകാരമാണ്: റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്നാണ്. തൃപ്തി എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. റിള എന്ന് പറയുന്ന കാര്യം അറിയപ്പെട്ട കാര്യമാണ്. മറ്റൊരാൾ അനുസരിക്കുകയോ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയാളോട് നമുക്ക് തൃപ്തി ഉണ്ടാകും. അതിനാണ് റിള എന്ന് പറയുന്നത്. മാതാപിതാക്കളോടുള്ള തൃപ്തി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന അവരുടെ വാക്കിന് നമ്മൾ വില കൽപ്പിക്കുമ്പോൾ, അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അവർ വിലക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ, അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളിലേക്ക് ചായ്വുണ്ടാകും, നമ്മളോട് താല്പര്യമുണ്ടാകും. അതാണ് അവരുടെ തൃപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ വെറുപ്പിക്കുക, അവരെ കോപിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തിന് തന്നെ കാരണമാകും എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തൗഹീദിനോടൊപ്പം ചേർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളുടെ കാര്യം. തൗഹീദിൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ തൊട്ട് കൂടെയാണ് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാനിൽ നന്മയിൽ വർത്തിക്കണം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറയുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്തുമാത്രം പ്രാധാന്യമാണ് മാതാപിതാക്കളെ അനുസരിക്കേണ്ട, അവർക്ക് നന്മ ചെയ്യേണ്ട കാര്യത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ ഇതിൽ വിശദീകരിക്കുകയാണ്. അപ്പോൾ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹക്ക് നമുക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ബാധ്യത അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബാധ്യതയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യവും നമ്മളതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് പറയാതിരുന്നത്. അത് മാറ്റി നിർത്തിയാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ബാധ്യതയുള്ളത് അവൻ്റെ മാതാപിതാക്കളോടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ സാധിക്കും, മാതാപിതാക്കൾ അവർ ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ട് നിങ്ങളെ വഹിച്ചതിന് ശേഷം അവരനുസരിക്കേണ്ടതിൻ്റെ ബാധ്യതയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അതുപോലെയുള്ളൊരു ഹദീസാണ് സഹോദരങ്ങളെ ഈ ഹദീസ്. പക്ഷേ ഈ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചില ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിൻ്റെ ഫായിദ പറയുന്നിടത്ത് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ ഒന്നാമത്തെ ഫായിദായി അദ്ദേഹം പറയുന്നത് നേർക്ക് നേരെ നമുക്ക് ആ ഹദീസിൽ നിന്നും കിട്ടുന്ന കാര്യമാണ് അൽ ഹസ്സു അല ഇർദാഇൽ വാലിദൈൻ, മാതാപിതാക്കളെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹസ്സ് ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് വലാകിൻ ഹാദാ ലൈസ അലാ ഇത്ലാഖിഹി, അത് നിരുപാധികമല്ല. അങ്ങനെ നിരുപാധികമാകും. മാതാപിതാക്കൾ എന്ത് വിഷയത്തിലും നമ്മൾ തൃപ്തിപ്പെടണം അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തണം എന്ന് പറയുന്നത് ശരിയാകുമോ? ഇല്ല, അതൊരിക്കലും ശരിയാവുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം മാതാപിതാക്കൾ അവരിൽ ചിലർ അവർ നബിമാരല്ല. മാതാപിതാക്കൾ നബിമാരല്ല, അള്ളാഹു കൽപ്പിച്ചത് മാത്രം പറയുന്ന ആളുകളല്ല. മാതാപിതാക്കൾ അവരിൽ ചിലർ നബിമാർക്ക് എതിരെ കൽപ്പിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാൻ കൽപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുള്ള കാര്യങ്ങൾ നമ്മോട് കൽപ്പിക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ആ കാര്യത്തിൽ അനുസരിച്ചില്ലെങ്കിൽ അവരെ തൃപ്തി നമുക്കുണ്ടാവുകയില്ല. അല്ലെ, മാതാപിതാക്കളിൽ ചിലർ അവരുടെ മക്കളോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ,
വൈൻജാഹദാക്ക, ഈ മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ലുഖ്മാനിൽ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഇനി ഈ രണ്ടാളുകൾ ഇത്രയും ബാധ്യതപ്പെട്ട, നിന്നെ ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ഈ മാതാപിതാക്കൾ വൈൻജാഹദാക്ക അലാ അൻ തുശ്രിക ബി, എന്നിൽ പങ്കു ചേർക്കാൻ നിന്നോട് നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, അവരെ രണ്ടുപേരെയും നീ അനുസരിച്ചു പോകാൻ പാടില്ല. അവരനുസരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫലം? അവർക്ക് നമ്മൾ തൃപ്തി ഉണ്ടാകുമോ? ഇല്ല. സ്വാഭാവികമായും തൃപ്തി ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് വളരെ വെറുപ്പുള്ള കാര്യമായിരിക്കും. അവർ പറയാൻ, ജാറത്തിൽ പോകണം, അവിടെ പോയി നീ ഇന്ന നേർച്ച നടത്തണം, അല്ലെങ്കിൽ അന്ന സ്ഥലത്ത് പോകണം, ഇന്ന് ഉസ്താദിൻ്റെ അടുത്ത് പോകണം, നിൻ്റെ പല പ്രശ്നങ്ങളല്ലേ, നിൻ്റെ ജോലിയൊന്നും ശരിയാവുന്നില്ല, ഞാൻ എത്ര പറയുന്നു ഈ ഉസ്താദിൻ്റെ അടുത്ത് പോയി ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യണം, ആ ഉറുക്കൊന്ന് വാങ്ങിക്കെട്ടാൻ, ആ ഏലസ് ഒന്ന് വാങ്ങിക്കെട്ടാൻ, നീ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ മക്കളോട് പറയും. ഷിർക്കിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ അവർ പറയും, ചെറുതും വലുതുമായ ഷിർക്കുകൾ അവർ പറയും. നമ്മൾ എന്ത് ചെയ്യണം? ഫലാ തുതിഉഹുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് തൃപ്തി ഉണ്ടാകുമോ? അതല്ല വെറുപ്പുണ്ടാകുമോ? അവർക്ക് വെറുപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ആ വെറുപ്പിന് വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വെറുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം അത് സിദ്ധിക്കാൻ പാടുണ്ടോ? ഇല്ല. ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ തൃപ്തി നേടുക എന്ന് പറയുന്നത് ഒരിക്കലും നിരുപാധികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരുപാധികമല്ല. അതിൻ്റെ ചില വിശദീകരണങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രമാണ്. അള്ളാഹുവിന് കോപമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ തേടേണ്ടതില്ല. മാതാപിതാക്കളുടെ തൃപ്തി അത് തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കോപം ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക എന്നതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പടപ്പുകളിൽ ആരെയും തൃപ്തിപ്പെടുത്തേണ്ടതുള്ളൂ. അള്ളാഹിൻ്റെ തൃപ്തി മാറ്റിവെച്ച് പടപ്പുകളിൽ ഒരാളുടെ തൃപ്തിയും നമ്മൾ തേടി പോകരുത്. ഹദീസിൽ വന്നതുപോലെ അത് അള്ളാഹിൻ്റെ തൃപ്തിയും നിനക്ക് കിട്ടുകയില്ല, പടപ്പുകളുടെ തൃപ്തിയും കിട്ടുകയില്ല, രണ്ടും നിനക്ക് നഷ്ടപ്പെടും. എന്നാൽ പടപ്പുകളുടെ തൃപ്തി, പടപ്പുകളുടെ കോപം ഉണ്ടായിരിക്കെ തന്നെ നീ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അള്ളാഹു തആല പടപ്പുകളെയും തൃപ്തിപ്പെടുത്തും, അള്ളാഹിൻ്റെ തൃപ്തിയും നിനക്ക് കിട്ടും. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ പറയുന്ന കാര്യം മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുമ്പോൾ അത് നിരുപാധികമല്ല. ചില മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യും? അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യത്തിൽ തൃപ്തി ഉണ്ടാവുകയില്ല, മറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിലേ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്നും രണ്ടൊന്നും ഞാൻ പറയേണ്ടതില്ല. പല മേഖലയിൽ ഇന്നത്തെ ദീനിയായി വളർന്നു വരുന്ന യുവാക്കൾ പ്രയാസപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണത്. അവർക്ക് നേരെ ചൊവ്വ ഇസ്ലാമിക അന്തരീക്ഷത്തിലൊരു വിവാഹം നടത്താൻ പ്രയാസമാണ്. അവർ ഇസ്ലാമികമായ കാര്യങ്ങളിൽ വിവാഹത്തിൻ്റെ ചിട്ടകളും കാര്യങ്ങളും പറയുമ്പോൾ പല മാതാപിതാക്കൾക്കും അത് തൃപ്തിയാകുന്നില്ല. ഇതൊന്നും നടക്കുകയില്ല, നമ്മളെ കുടുംബത്തിലൊക്കെ പണ്ടേ അങ്ങനെയാണ് നടത്തിയിരുന്നത്, ഈ രൂപത്തിലാണ് നടത്തിയിരുന്നത് എന്നാണ്. അല്ലെ, മോൻ പറയാൻ നമുക്ക് വേറെ വേറെ സെപ്പറേഷനൊക്കെ വെക്കണം, പെണ്ണിന് വേറെ ഭാഗങ്ങളാക്കണം, സ്ത്രീകൾക്ക് വേറെ ആക്കണം, ആണുങ്ങൾക്ക് വേറെ ആക്കണം. അത് പല ദീൻ കുറഞ്ഞു പോയാൽ മാതാപിതാക്കൾക്കത് സഹിക്കുന്നില്ല, അവരത് അംഗീകരിക്കുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് പാട്ടും പരിപാടിയൊന്നും വേണ്ട, അപ്പോൾ കഴിഞ്ഞു പോയ കല്യാണത്തിലൊക്കെ നടത്തിയിട്ടുണ്ട്, ഇനി അത് വേണ്ട എന്ന് പറയുമ്പോൾ പലർക്കും അതിന് തയ്യാറാകുന്നില്ല. മാതാപിതാക്കൾക്ക് ദേഷ്യം വരികയാണ്, മക്കളോട് തൃപ്തിയില്ലാതാവുകയാണ്. അപ്പം അവിടെ സഹോദരങ്ങളെ, ഇത്തരം സാഹചര്യങ്ങൾ അവരുടെ തൃപ്തി തേടിപ്പോയി അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പിന്നീട് അള്ളാഹിൻ്റെ തൃപ്തിയും ലഭിക്കുകയില്ല, പടപ്പുകളുടെ ഒരാളുടെ തൃപ്തിയും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നിരുപാധികമല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഫായിദ അദ്ദേഹം പറയുന്നത് ഇസ്ബാത്തുർ റിദാ ലില്ലാഹി അസ്സ വജൽ വ അന്നഹു സിഫത്തുൻ ഹഖീഖിയ്യത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തി എന്ന് പറയുന്ന വിശേഷണമുണ്ട് എന്നതിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അത് യഥാർത്ഥ രൂപത്തിലുള്ള സിഫത്ത് തന്നെയാണ്, ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമൊന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ അല്ല അറിയിക്കുന്നത്, മറിച്ച് അള്ളാഹുവിന് തൃപ്തിയുണ്ട്. മനുഷ്യർ ചില കാര്യങ്ങൾ തൃപ്തിപ്പെടും, മനുഷ്യർ തൃപ്തിപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനും ചില കാര്യങ്ങൾ തൃപ്തിപ്പെടും, അവൻ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും, അവൻ ചില കാര്യങ്ങൾ വെറുക്കും. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഹഖീഖിയ്യതൻ യഥാർത്ഥ രൂപത്തിൽ തന്നെയുണ്ട്. അതിന് മറ്റ് തഅ്വീലുകളൊന്നും വ്യാഖ്യാനങ്ങളൊന്നും പറയേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഏതൊരു വിശേഷണവും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ആരുമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ തൃപ്തി പോലെയോ ഒരു പടപ്പുകളുടെ ഒരാളുടെ തൃപ്തി പോലെയോ അല്ല. അള്ളാഹുവിൻ്റെ വെറുപ്പ്, അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ വെറുപ്പ് പോലെയോ മനുഷ്യന്മാരുടെ കോപം പോലെയോ അല്ല. അത് ഏതൊരു സിഫത്ത് പഠിക്കുമ്പോഴും അടിസ്ഥാനപരമായ കാര്യമാണ്. അള്ളാഹ്ക്കൊരു വിശേഷണമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, തൗഹീദിൻ്റെ ഭാഗമാണ്.
പല ആളുകൾക്കും തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെടുന്ന ഈ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ തൗഹീദുൽ ഉലൂഹിയയുമായി ബന്ധപ്പെട്ട അഥവാ ആരാധനകൾ അള്ളാഹുവിനെ അർപ്പിക്കാവൂ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ വ്യാപൃതരായിട്ടുള്ളത്. അത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. പക്ഷേ ഈ അടിസ്ഥാനങ്ങളിൽ പലർക്കും വീഴ്ച വന്നു പോയിട്ടുണ്ട്. തൗഹീദുൽ ഉലൂഹിയ അറിയുന്ന ആളുകൾക്ക് തന്നെ, തൗഹീദിൻ്റെ പ്രവർത്തകർക്ക് തന്നെ ഈ അസ്മാ വ സിഫാത്തിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ നാമവിശേഷണ കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പലതും അറിയുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങളൊക്കെ അവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അവർ പല തെറ്റായ തർജ്ജിമകളിലും മറ്റുമൊക്കെ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ നോക്കി ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അത് ചില ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമാണ്, അതല്ലാതെ ആ രൂപത്തിൽ പറയാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. പല ബിദ്അത്തുകാർക്കും സംഭവിച്ചതുപോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കയ്യുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കും എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന അള്ളാഹുവിന് കൈയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അതൊരു മോശാക്കലല്ലേ, അതൊരു മോശാക്കൽ, അങ്ങനെ പറയാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അവർ തെറ്റിദ്ധരിക്കാനുള്ള കാരണം ഇതാണ്. അവർ കൈയുണ്ട് എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കൈയൊക്കെ പോലെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനെയുള്ള കൈ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിഷേധത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്ത് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈസ കമിസ്ലിഹി ഷൈ. നമ്മൾ അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കൈ പോലെയല്ല, പടപ്പുകളിൽ ഒരാളുടെ കൈ പോലെയല്ല, അല്ല, നമ്മുടെ ഭാവനകൾ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ദാത്ത്, അവൻ്റെ അസ്തിത്വം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ, ഭാവനയിൽ കൽപ്പിച്ചെടുക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അത് ഇന്ന രൂപത്തിലാണ് എന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും സാധിക്കുകയില്ല. എന്നാൽ നമ്മൾ അറിയുക, അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ, അവൻ്റെ അളമത്തിനും അവൻ്റെ ജലാലത്തിനും മഹത്വത്തിനും യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതുണ്ട്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹു ഖുർആൻ യദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേറൊരു വ്യാഖ്യാനം പറയാതെ കൃത്യമായി അതുപോലെ കേൾക്കുകയും വിശ്വസിക്കുകയും സഹാബികളുടെ ചോദ്യം ചെയ്യാതെ അതുപോലെ പഠിക്കുകയും കൈമാറുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ബാധ്യതയും അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലുണ്ട്, അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അതുണ്ട് എന്ന് വിശ്വസിക്കലാണ്. അതല്ലാതെ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അത് അധികാരമാണ്. അള്ളാഹുവിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുന്നതാണ്. അല്ലെ, 1/3 അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ യുക്തി ചിന്തിച്ചുകൊണ്ട് ചില ആളുകൾ പറയുകയാണ്, അങ്ങനെ ആകുമ്പോൾ അള്ളാഹു അർശിലുണ്ടെന്ന് എങ്ങനെയാ പറയുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്യുന്നു, ആരോഹിതനാണെന്ന് പറയുമ്പോൾ 1/3 ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ രാത്രിയുടെ 1/3 മാറ്റമില്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിലുണ്ട് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എപ്പോഴും അള്ളാഹു ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ യുക്തിവാദമാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ സലഫ് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ 1/3 ഇറങ്ങുന്നു പറയുമ്പോൾ ലോകത്തെല്ലാ സ്ഥലത്തും അത് സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങളും അവൻ കഴിയുന്നവനാണ്. അള്ളാഹു അത് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ട്, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. മുൻഗാമികൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്, നമ്മളും അതുപോലെ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ നിന്നുമുള്ള വ്യതിയാനം അത് നിസ്സാരമായ വ്യതിയാനമല്ല, അത് വിശ്വാസപരമായ വ്യതിയാനമാണ്. നമ്മളൊരു ബിദ്അത്തുകാരനായി തീരും, വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊരു ബിദ്അത്തുകാരനായി തീരുന്ന വ്യതിയാനം അത് സംഭവിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് അതിൽ തെറ്റ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഹദീസ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹുവിന് റിള, തൃപ്തി എന്ന് പറയുന്ന വിശേഷണമുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്ന രൂപത്തിലാണ്, അവനെപ്പോലെ യാതൊന്നിനും ഇല്ല എന്ന കാര്യമാണ്. 3-ാമത്തെ ഫായിദ അത്തഹ്ദീറു മിൻ സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തെ തൊട്ടുള്ള താക്കീത് ഈ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അത് അള്ളാഹുവിൻ്റെ കോപത്തിന് വഴിയൊരുക്കും എന്നാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചില ഖായിദകളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ചില ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇദാ സഖത ഷൈഅൻ ഫീഹി മസ്ലഹത്തുൻ ലിൽഇബ്ൻ വലൈസ ഫീഹി മദറത്തുൻ അലൈഹിമാ ഫഹലിൽ മുഅ്തബർ ഹുനാ ഇത്തിഖാഉ സഖതിഹിമാ വലൗ ഖസറൽ വലദു ഹാദിഹിൽ മൻഫഅ അൽ അക്സ്. ചില കാര്യങ്ങൾ ചില മനുഷ്യന്മാർക്ക്, ഒരു കുട്ടിക്ക്, ഒരു മകന് ഉപകാരമുള്ള ചില കാര്യങ്ങളുണ്ടാവും. ആ ഉപകാരമുള്ള ചില കാര്യങ്ങൾ മകനൊരു മസ്ലഹത്താണത്, അതിൽ മകനൊരു മസ്ലഹത്തുണ്ട്. ഉപ്പാക്കോ ഉമ്മാക്കോ ഒരു മദറത്തും ഒരു ഉപദ്രവവും അതുകൊണ്ടില്ല. മകന് കാര്യമായൊരു ഉപകാരം കിട്ടുന്ന കാര്യമാണ്. ഉപ്പാക്കോ ഉമ്മാക്കോ അതിൽ യാതൊരു പ്രയാസവുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന കോപത്തെ തൊട്ട് നമ്മൾ അതിനെ കാക്കേണ്ടതുണ്ടോ? അവിടെ മകൻ ഈ മൻഫഅത്ത്, ഈ ഉപകാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാതാപിതാക്കളുടെ കോപം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് ചോദിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ്.
അങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ചില മാതാപിതാക്കൾ മക്കളോട് പറയും, ദീനിൻ്റെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ദീനൊക്കെ അധികം പഠിച്ചാൽ നീ തീവ്രവാദിയായി പോകും. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയാണ്, നീ നല്ല നല്ല യുവാക്കളുടെ അടുക്കലൊന്നും പോകണ്ട, നീ വല്ല തീവ്രവാദിയായി പോകും. കാരണം ഇവർ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുന്ന താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെരിയാണിക്ക് മുകളിൽ വസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ എന്തോ തീവ്രവാദമാണ് എൻ്റെ ആളുകളെന്നാണ്. അതുകൊണ്ട് അത്തരക്കാരെ കൂടെ എൻ്റെ മകൻ അല്ലെങ്കിൽ അങ്ങനെ ദീനൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഹിജാബൊക്കെ ഇട്ട പെൺകുട്ടികൾ കൂടെ എൻ്റെ മകളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വല്ല തീവ്ര ആശയങ്ങളിൽ എത്തിപ്പോവും. അതുകൊണ്ട് അവരുടെ കൂടെയൊന്നും പോകേണ്ടതില്ല, നിങ്ങളോട് വെറുപ്പുണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയാണ്, അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വെറുപ്പുണ്ടാകുന്നതിൽ നിങ്ങൾ യാതൊരു പ്രയാസവും വിചാരിക്കേണ്ടതില്ല. കാരണം ഈ ദീൻ തേടുന്നതിൽ മകന് വലിയ മസ്ലഹത്തുണ്ട്. ഈ ദീൻ തേടുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഒരു മദറത്തുമില്ല, ഒരു ഉപദ്രവവും അവർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഒരു കാര്യത്തെ തൊട്ട് എതിർക്കുകയാണ് എങ്കിൽ അവിടെ അവരനുസരിക്കേണ്ട ബാധ്യത ഇല്ല എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ അനുസരിക്കേണ്ടതില്ല എന്ന കാര്യം പറയുന്നുണ്ട്. അത് പല കാര്യത്തിലും പറയുന്നുണ്ട്. വേറൊരു വിവാഹത്തിൻ്റെ വിഷയം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയാണ്, ചിലപ്പോൾ മാതാപിതാക്കൾ പറയും, മാതാപിതാക്കളിൽ ഒരാൾക്ക് ചിലപ്പോൾ ഉപ്പയുടെ സഹോദരൻ്റെ മകളെ കൊണ്ട് മകനെ കല്യാണം കഴിപ്പിക്കണം ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയണം, ഉദാഹരണത്തിന് അങ്ങനെ ചെയ്യണം എന്ന് പറയും. എന്നാൽ മകനാകട്ടെ ചിലപ്പോൾ ഈ പെൺകുട്ടി ഒരു തരത്തിൽ ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ കാണാൻ ഇഷ്ടപ്പെടായിട്ടായിരിക്കും, ചിലപ്പോൾ അവളുടെ സ്വഭാവം ഇഷ്ടപ്പെടായിട്ടായിരിക്കും, ചിലപ്പോൾ അവളുടെ ദീൻ ഇഷ്ടപ്പെടായിട്ടായിരിക്കും. ഏതെങ്കിലും രൂപത്തിൽ മകന് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ മാതാപിതാക്കൾക്ക് ഒരേ നിർബന്ധം, മകൻ ഇന്ന് എൻ്റെ സഹോദരൻ്റെ മോളെ തന്നെ കെട്ടണം, അല്ലെങ്കിൽ ഉമ്മാക്ക് നിർബന്ധം എൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മകളെ കെട്ടാമല്ലോ, അത് എനിക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരേ നിർബന്ധമായിരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, ഇവിടെ മാതാപിതാക്കളുടെ തൃപ്തി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ കോപം പേടിച്ചിട്ട് നമ്മൾ അങ്ങനെ കല്യാണം കഴിക്കേണ്ടതുണ്ടോ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയാണ്, അങ്ങനെ ആവശ്യമില്ല. കാരണം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാതിരിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചൊരു ഉപദ്രവമൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട്, അതുകൊണ്ട് ഒരു പ്രയാസം അതുകൊണ്ടില്ല, ഒരു പ്രയാസം അതുകൊണ്ടില്ല. അതുപോലെ തന്നെ ഇത് കല്യാണം കഴിക്കാതിരിക്കുന്നതിൽ എനിക്ക് ചില മസ്ലഹത്തുണ്ട്. കാരണം എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ അവളുടെ ദീന് കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ എനിക്കിഷ്ടമല്ല. അപ്പം മകനൊരു മസ്ലഹത്ത് അവൻ കാണുന്നുണ്ട് കഴിക്കാത്തതിൽ. മാതാപിതാക്കൾക്കാകട്ടെ അങ്ങനെ ഇവരും കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതില്ല, അവരനുസരിക്കേണ്ടതില്ല എന്നാണ്. മാത്രവുമല്ല അദ്ദേഹം പറയാണ്, ചില സമയത്ത് നമ്മൾ ഈ കല്യാണത്തിന് വഴങ്ങുകയാണ് എങ്കിൽ അത് ഭാവിയിൽ മാതാപിതാക്കൾക്ക് മദറത്ത് ഉണ്ടാവുകയാണ് ചെയ്യുക. കാരണം നമുക്കൊരു താല്പര്യവും തോന്നാത്ത ഒരാളുമായി നമ്മൾ വിവാഹത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ത്വലാഖിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ ബന്ധമില്ലാതായിപ്പോകും. ആ ബന്ധമില്ലാതായിപ്പോയാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഉപ്പയുടെ സഹോദരൻ്റെ ആണെങ്കിൽ ഉപ്പയും സഹോദരനും തമ്മിൽ തെറ്റും. കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ തലാക്ക് വേണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ തെറ്റും. പിന്നെ അവരുടെ ബന്ധം പോകും. അപ്പോൾ ഉപ്പാക്കൊരു മദറത്ത് പിന്നെ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ അത് നീ അനുസരിക്കുക, യഥാർത്ഥത്തിൽ അവർക്ക് പിന്നീട് ഒരു മദറത്ത് ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. ഇതിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള മനോഹരമായൊരു ഖായിദ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മാതാപിതാക്കളുടെ അനുസരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ഖായിദയും കൂടി നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്കതിൻ്റെ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് അനുസരണം, എങ്ങനെയൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഉൾക്കാഴ്ച ഉണ്ടാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയാണ്, ലാ തജിബു തഅത്തുൽ വാലിദൈനി ഇല്ലാ ഫീമാ ഫീഹി നഫ്ഉൻ ലഹുമാ വലാ ളററുൻ അലൽ ഇബ്നി ഫീഹി. ലാ തജിബു തഅത്തുൽ വാലിദൈൻ, മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യത്തിൽ വാജിബില്ല. ഇല്ലാ ഫീമാ ഫീഹി നഫ്ഉൻ ലഹുമാ, ആ കാര്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും പ്രത്യേക ഉപകാരം ഉണ്ടാവുകയും വേണം. വലാ ളററ അലൽ ഇബ്നി ഫീഹി, ആ വിഷയത്തിൽ മകന് ഒരു ഉപദ്രവം ഇല്ലാതിരിക്കുകയും വേണം. അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ വാജിബുള്ളൂ. എനിക്ക് അനുസരിക്കാം, പ്രശ്നമൊന്നുമില്ല. നീയിപ്പോൾ അനുസരിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിനക്ക് വാജിബാകണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അവർ ആ പറയുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പ്രത്യേകമായ ഒരു ഉപകാരം ഉണ്ടാകണം. അത് ചെയ്യുന്ന കാര്യത്തിൽ മകനൊരു ഉപദ്രവം ഇല്ലാതിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കൊരു ഉപകാരം ഇല്ല, മകനാണെങ്കിൽ അനുസരിക്കുന്നവനാണെങ്കിൽ വലിയ ഉപദ്രവം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് അനുസരിക്കേണ്ടതില്ല. ഹാദിഹി ഹിയൽ ഖായിദ, അദ്ദേഹം പറയുന്നത് ഒരു തത്വമാണ്. വഇല്ല ലകാന ബഅദുൽ വാലിദൈൻ, എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അത് വിശദീകരിച്ച് പറയണം, ഇല്ല എങ്കിൽ ചില മാതാപിതാക്കൾ നസ്അലുല്ലാഹൽ ആഫിയ, അവരുടെ കാര്യത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ ആഫിയത്തെ ചോദിക്കുന്നു. യഅ്മുറു വലദഹു ബിമാ യളുറുഹു, അവർ എന്ത് ചെയ്യും, മകന് ഉപദ്രവമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മകനോട് കൽപ്പിക്കും. വലാ സിയമാ ഉമ്മഹാത്ത്, പ്രത്യേകിച്ച് ഉമ്മമാർ. ഫല്ലുമ്മു ഇദാ റഅത് മിൻ ഇബ്നിഹാ അന്നഹു യുഹിബ്ബു സൗജത സാറത്ത് സൗജതു കഅന്നഹ ദറത്തുൻ ലഹ, ചിലപ്പോൾ മകന് അവൻ കല്യാണം കഴിച്ച ഭാര്യയെ നന്നായി നോക്കുന്നുണ്ട്, നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്ന് കണ്ട ചില ഉമ്മമാർക്ക് അത് സഹിക്കൂല.
ഉമ്മമാർ അവളൊരു ലറത്തിനെ പോലെ, ലറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഭാര്യ. അവളുടെ ഒരാൾക്ക് 2-3 ഭാര്യ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഭാര്യയുടെ ലറത്തുകളാണ് മറ്റു ഭാര്യമാർ. ഒരാൾക്ക് 3 ഭാര്യ ഉണ്ടെങ്കിൽ ഒരാളുടെ ലറത്താണ് മറ്റു ഭാര്യ. അവരോട് സ്വാഭാവികമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുണ്ടാവും. അതുപോലെ കാണുന്ന ചില ഉമ്മമാരുണ്ട്. ഇത് എൻ്റെ മകൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ മകളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതുപോലെ കാണുന്ന ആളുകളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ബഅ്ദുഹുന്ന തുസരിഹ് ഫതഖുൽ ഇമ്മ അന ഔ ഹിയ. ചില ആളുകൾ അത് വ്യക്തമായി പറയുകയും ചെയ്യും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ, എന്തെങ്കിലും തീരുമാനിച്ചോ എന്ന് പറയും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, മകനോട് പറയും അവളെ ത്വലാഖ് ചെയ്യണം എന്ന് പറയും, അവളെ ഒഴിവാക്കണം എന്ന് പറയും. ഒരു കാര്യം ഉണ്ടാവില്ല, അവൾ നല്ല ദീനിയായ പെണ്ണായിരിക്കും, യാതൊരു കുഴപ്പമുണ്ടാവുകയില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയില്ല. പക്ഷേ ചില മാതാപിതാക്കൾ എന്ത് ചെയ്യും, അത് അവരെ പ്രയാസപ്പെടുത്തും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചിലവിന് കൊടുക്കണ്ടെന്ന് പറയും, അവൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയും, ആൾ ഈ രൂപത്തിൽ സ്നേഹിക്കണ്ടെന്ന് പറയും എന്നൊക്കെ പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ പറയുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വല്ല ഉപകാരവുമുണ്ടോ? നിനക്ക് ഈ വിഷയത്തിൽ വലിയ ഉപദ്രവങ്ങളില്ലേ? ഉണ്ട്. എങ്കിൽ ഈ 2 കാര്യം ഉത്തരമാണെങ്കിൽ ആ കാര്യത്തിൽ അവർ അംഗീകരിക്കൽ നിനക്ക് ബാധ്യതയില്ല. മാതാപിതാക്കൾക്കൊരു ഉപകാരമില്ല, ഈ ചെയ്യുന്ന കാര്യത്തിൽ നിനക്ക് വലിയ ഉപദ്രവം ഉണ്ട് എങ്കിൽ ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല, നീ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് ഒരാൾ ചോദിക്കപ്പെട്ടു. എന്താണ് ചോദിക്കപ്പെട്ടത്? അൻ റജുലിൻ അമറഹു അബൂഹു അൻ യുതല്ലിഖ സൗജതഹു. ഒരാൾ, അയാളോട് ഉപ്പ പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ ത്വലാഖ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇമാം മാലിക് പറഞ്ഞു, ലാ തുതല്ലിഖ്ഹ, നീ അങ്ങനെ ത്വലാഖൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൈഫ യാ അബാ അബ്ദുല്ല. അബു അബ്ദുൽ ഇമാം മാലിക് ഇമാം അഹ്മദിന്റെ കുനിയത്താണ്. അബു അബ്ദുൽ, അതെങ്ങനെ? അലൈസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അൻ യുതല്ലിഖ ഇംറഅതഹു ലിബ്നി ലിഅന്ന ഉമർ അമറഹു ബിദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് അവളുടെ ഭാര്യയെ ത്വലാഖ് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലേ? കാരണം ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ ത്വലാഖ് ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ടുണ്ട്. അതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ നീ ത്വലാഖ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അഥവാ മാതാപിതാക്കൾക്ക് മകൻ്റെ ഭാര്യയെ ത്വലാഖ് ചെയ്യാനൊക്കെ പറയാനുള്ള ഹക്കില്ല. അപ്പോൾ നമ്മൾ അനുസരിക്കണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കൽപ്പിച്ചത് അനുസരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബല, അതങ്ങനെ തന്നെയുണ്ട്. വലാകിൻ ഹൽ അബൂക ഉമർ, നിന്റെ ഉപ്പ ഉമറാണോ? നിന്റെ ഉപ്പ ഉമറാണോ? എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഉമർ ഒരിക്കലും ദീനിന് നിരക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ത്വലാഖ് ചെയ്യാനൊന്നും കൽപ്പിക്കില്ല. ഉമറിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? വെറുതെ ഒരു മുൻകോപിയായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നാട്ടിലുള്ള അങ്ങനെ ദേഷ്യം പിടിച്ച ഒരാളെ പോലെയാണ്. ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും അറിവുള്ള, ഏറ്റവും സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള മനുഷ്യനാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, വലിയ ദേഷ്യം പിടിക്കുന്ന ആൾക്ക് അത് ഉമർ റളിയല്ലാഹു പോലെയാണെന്നൊക്കെ വിചാരിക്കുന്നു. ഉമർ റളിയല്ലാഹു വെറുതെ ഉള്ള ദേഷ്യമല്ല, അദ്ദേഹത്തിനുള്ള ദീനിന് വേണ്ടിയുള്ള ദേഷ്യമാണ്. അതല്ലാതെ കഥയില്ലാത്ത, എൽമില്ലാത്ത ആളുകളുടെ, ജാഹിലുകളുടെ ദേഷ്യമല്ല ഉമർ റളിയല്ലാഹു ഉള്ളത്. അല്ല, വെറും ആവേശമല്ല. ചില ആൾക്ക് ആവേശം കാണുമ്പോൾ അത് ഉമർ റളിയല്ലാഹു പോലെയാണെന്നൊക്കെ ചില ആൾക്കാർ പറയും. അങ്ങനെ വെറുതെ തോന്നിയ ആവേശമുള്ള ഒരാളല്ല മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് അദ്ദേഹത്തിന് ഇകഴ്ത്തലാണ്. അപ്പോൾ അദ്ദേഹം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു അല്ലല്ലോ നിന്റെ വാപ്പ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മകന് ഏറ്റവും നല്ല മസ്ലഹത്തുള്ള കാര്യം എന്താണെന്ന് അറിയാം. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഹിക്മത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദീനുൽ ഇസ്ലാമിൽ തന്നെ വലിയ സ്ഥാനമുള്ളതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായങ്ങൾ ശരിവെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ഹിജാബിൻ്റെ ആയത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് കാണാൻ സാധിക്കും. അത്രയും വലിയ ഹിക്മത്തും കൂർമ്മ ബുദ്ധിയും കാര്യങ്ങളെക്കുറിച്ച് വലിയ ഫറാസത്തും, അതായത് പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയൊക്കെയുള്ള മഹാനായ സ്വഹാബിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടിട്ടാണോ നീ നിന്റെ വാപ്പ പറഞ്ഞ അനുസരിക്കാൻ പോകുന്നത്? അത് അനുസരിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഈ പെണ്ണിനെ ത്വലാഖ് ചെയ്യുന്നതിൽ ഉപ്പാക്കൊരു ഉപകാരമില്ല, നിനക്കാണെങ്കിൽ ഉപദ്രവം ഉണ്ടും താൻ. അത്തരം സാഹചര്യങ്ങളിൽ അവരെ അനുസരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പം അതൊരു ഖായിദയാണ്. ഒന്നുകിൽ ഈ പറയുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയൊരു ഉപകാരം ഉണ്ടാകണം, അതല്ലെങ്കിൽ നിനക്ക് ഉപദ്രവം ഇല്ലാതിരിക്കണം. ഇത് രണ്ടും സംഭവിക്കുകയാണെങ്കിൽ അവരനുസരിക്കൽ വാജിബില്ല. വേണം അനുസരിക്കാം, നിനക്ക് വേണമെങ്കിൽ അനുസരിക്കാം, അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ ചില ചോദ്യങ്ങൾ, ലൗ തആറള ഹഖ്കുൽ അബി വ ഹഖ്കുൽ ഉം ഫഅയ്യുഹുമാ യുഖദ്ദം. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഹക്ക് ചിലപ്പോൾ എതിരാവും. ഉപ്പ ഒരു കാര്യം പറയും, ഉമ്മ വേറെ കാര്യം പറയും. അപ്പോൾ അവരാരനുസരിക്കണം? അതൊരു ചോദ്യമാണ്. ഉമ്മ പറയും നീ ഇന്ന വിവാഹം കഴിച്ചോളൂ, അല്ലെങ്കിൽ ഉപ്പ പറയും അത് കഴിക്കണ്ട. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലാരനുസരിക്കേണ്ട കാര്യം? അദ്ദേഹം പറയുന്നത് യുഖദ്ദമു ഹഖ്കുൽ ഉം, ഉമ്മയാണ് അനുസരിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടല്ലോ, മൻ അഹഖുൻ നാസി ബിഹുസ്നി സുഹ്ബതി, ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ട
ഞാൻ ഏറ്റവും നല്ല സുഹബത്ത് കാണിക്കേണ്ടതായ, ഏറ്റവും നല്ല അടുപ്പം കാണിക്കേണ്ടതായ, എനിക്ക് ഏറ്റവും ജനങ്ങളുടെ കൂട്ടത്തിൽ ഹക്കുള്ളത് ആരാണ് എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമ്മുക സുമ്മ ഉമ്മുക സുമ്മ ഉമ്മുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് സുമ്മ അബൂക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം നാം നേരത്തെ പറഞ്ഞ കായികയിൽ പെടുന്ന കാര്യമാണ്. ആ ഉമ്മ പറയുന്ന കാര്യം ദീനിനെതിരും, ഉപ്പ പറയുന്ന കാര്യം ദീനാണെങ്കിൽ ഉമ്മ അനുസരിക്കുക എന്നുള്ളതല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഉപ്പ ദീന് പറയുന്നു, ഉമ്മ ദീനിനെതിര് പറയുന്നു. അപ്പോൾ ഉമ്മ അനുസരിക്കുക എന്നുള്ളതല്ല, ഉമ്മയോട് ബാധ്യത ഉണ്ടെന്നല്ല. ബാധ്യതയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ദീനിനെതിരാണോ പറയുന്നത്, ഒരു മസ്ലഹത്തും ഇല്ലാത്ത കാര്യമാണോ പറയുന്നത്, അത് നിനക്ക് അനുസരിക്കൽ ബാധ്യത ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ മാതാപിതാക്കളുടെ തൃപ്തി എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ പറയുന്നതല്ല എങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് മാതാപിതാക്കൾ വലിയ മസ്ലഹത്തുള്ള, നിനക്ക് യാതൊരു ഉപദ്രവവും ഇല്ലാത്ത കാര്യങ്ങളിൽ മാതാപിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് നീ അനുസരിക്കുക തന്നെ വേണം. പല ഭൗതികമായ പല കാര്യങ്ങൾ മാതാപിതാക്കൾ പറയുന്ന അത്തരം അഭിപ്രായങ്ങൾ അവരുടെ എല്ലാം കൊണ്ടും, അവരുടെ നേരത്തെയുള്ള പരിചയം കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവരനുസരിക്കൽ ബാധ്യതയാണ്, അവർ തൃപ്തിപ്പെടുത്തൽ നമ്മളെ ബാധ്യതയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക.